പലരും പറയാൻ സാധ്യതയില്ല. മക്കളെ ഒന്ന് 22 കേട്ടോ. അപ്പൊ ഞാൻ മാതാവിന് അവനെ വളരെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ കേരളം ചില വിദ്യാർത്ഥികളെ കണ്ടുകഴിഞ്ഞാൽ മാതാവ് എല്ലാവർക്കും മാതാവിന് എന്താണ് ആരാ മാതാവിൻ്റെ ആ ശക്തിയാണ് പിതാവാണോ ആ പിതാവിക്ക് ദൈവത്തിനെല്ലാം കാണിച്ചു പറയുന്നത്. ദൈവം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ മാതാവിൻ്റെ ഒറ്റയ്ക്ക് കടക്കണില്ല. കാരണം ഇത്തരത്തെ വിദ്യാഭ്യാസം നിർത്തി ചെയ്ത് എന്നാലും മാതാവിനെ ശക്തി കേട്ടോ. ഒരു ഞാൻ ഒരച്ഛൻ വന്നതിനാണ് ഈ കുർബാനയുടെ ഒരു പ്രാർത്ഥിച്ചു ഒരു അവസ്ഥ തെറ്റുന്നുണ്ടായി എന്നോട് പറഞ്ഞു പലരും ഇതിനെ കുറിച്ചിലാക്കാൻ നോക്കും നമ്മുടെ കുർബാനയെ പറയാൻ. ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ കുർബാന അച്ഛൻ വിചാരിച്ച വായന വെച്ച് കൊണ്ടേ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് അതും എങ്ങനെ സബ്സ്ക്രൈബ് അവരെല്ലാം അനേകം ദൈവം നമ്മളെ ഉപയോഗിക്കുക. അത് ദൈവമാണ് ചോദിക്കുന്നത്, നമ്മളല്ല. ദൈവത്തിന്റെ കൃപയാണ്. ദൈവം ആ കൃപയിലാണ് നിങ്ങൾ തരണം. ദൈവം എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഒരാൾക്കാണ് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ദൈവം നിങ്ങളെ ഹൃദയം നോക്കുക. കർത്താവ് ഇരിക്കാൻ പറ്റിയ ഹൃദയം നൽകുന്നത് അവിടെയാണ് പ്രധാനം. അതാണ് ഈ എളിമ വരാൻ. ഒരു സാമൻ 16 കഴിഞ്ഞിട്ട് പറയും. അതുകൊണ്ടാണ് ഹൃദയം നുറുങ്ങിയ ഹൃദയമാണ്. നുറുങ്ങിയ ഹൃദയമാണെന്നെല്ലാം പറയുന്നത്. അത് കർത്താവ് നോക്കുന്ന ഹൃദയമാണ്. വളരെ തീർച്ചയായും കളിച്ചുകൊണ്ട് എന്നാൽ ഒരു അച്ഛൻ്റെ കഥാവിനെ ഞങ്ങൾ വ്യക്തിയാണ് റോമ 5 12 20 വേണം പറയാൻ. ഇതെല്ലാം ഭജനമുണ്ടായിരുന്നതാണ്. അപ്പോ എന്താണ് ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പൗലോസ് ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. പാപം വരാനിരുന്നതിന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നത് സമൃദ്ധമായി ലഭിക്കുന്നത് നമ്മളെല്ലാം വിശ്വസിക്കുന്ന വിശ്വസിക്കലാണ്. എല്ലാവരും മറന്നത് വിശ്വസിക്കുമ്പോൾ ഇല്ല. നിങ്ങൾ വിശ്വസിച്ച് വരുന്നതാണ് ദൈവത്തിന്റെ കൃപ ശക്തിയായി പ്രവർത്തിക്കുന്നത്. അല്ല ദൈവത്തിന്റെ നാമം എന്നൊക്കെ പറഞ്ഞ് പല ഇതിനെങ്ങനെയൊക്കെ പറയാൻ ഈ ഒക്കെ പറയാം ഇല്ലേ? കൂടെ ഞാനില്ല വിശ്വസിക്കണം. അവർ വിശ്വാസം അത് കർത്താവിന്റെ കൃപയാണ്, നമ്മുടെ കഴിവാണോ ഒക്കെ അറിയാം. ഇപ്പൊ അതാണ് നിങ്ങളുടെ കൃപ. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതായ ബലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ബലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ
കൃപാദാനമാകട്ടെ നീതി എന്നതിന് കാരണമായി. ആ വചനത്തിൽ ധ്യാനിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ ദാനങ്ങൾ ഈ രാത്രി കൂട്ടം പറ്റുമെന്ന് പറഞ്ഞ് വചനത്തിൽ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രബോധനം വരും. പ്രബോധനം അറിയുന്നതിലേക്ക് അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദാനമുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടെന്ന് പറയുന്നത് ആ മാനസാന്തരപ്പെട്ടത് ഏറ്റവും വലിയ പ്രാധാന്യം. ആ പൗലോസ് പറയുന്ന 1 തിമോത്തി 1:15 ഞാനാണ് നിങ്ങൾ പറയേണ്ട ദൈവം കഴിക്കോ രക്ഷപ്പെടാഴ്ച ഒന്നില്ല നമ്പർക്ക് ഇരിക്കുന്നവരോ അത് ചെയ്യുമ്പോ കർമ്മമാരെ കാണില്ലേ ഞങ്ങൾക്ക് പാപമൊന്നുണ്ട് ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇവിടെയെല്ലാം അവിടേക്ക് എല്ലാ പ്രശ്നങ്ങളും അതാണ് 1 യോഹന്നാൻ 1:5 പാപമില്ലെന്ന് പറയുന്നത് കവടതയാണ്. കവടതയാണ്. പാവമില്ല ദൈവം കണ്ടോ. ഈ ശരി ജവും തന്നെ ഈ വലിയ ഇത്രയും വലിയ കമന്റ് എഴുതി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. സ്പിരിച്വൽ പ്രയർ പറ്റി അപ്പൊ വേഗം ഇങ്ങോട്ട് പോകാം. മറ്റൊന്നിലോട്ട് കൊണ്ടുപോകും. 2 പത്രോസ് 2:4 അവൻ പോയ ആദ്യം അതാണ് ലൂസിഫറായിട്ട് മാറുന്നത്. അഹങ്കാരം വരുമ്പോഴാണ് എല്ലാം തഴുന്നത്. ഇതുകൊണ്ടാണ് ആ സുഭാഷിതങ്ങൾ 15:21 നാന്താരിയുടെ ഭവനം തഴുകുന്നു. ജെറമിയ 50:39 നാന്താരി നിന്റെ ഭവനം ഞാൻ തകർത്തത്. അമ്മയെ മലയത്തിന്റെ സ്വന്തം ചെയ്തത് ലൂക്ക 1:51 52 വാക്യം എന്താണ്? എളിമ ചിതറിക്കും. ആ എളിമയാണ്. യാക്കോബ് 4:6 10 എന്താണ്? പ്രമാശനം 3:18 അതെ ഇനി മാർക്കോസ് 10:44 എന്താ പറയുന്നു? തമ്മിൽ തർക്കം നടന്നേ. ഞാനാ വലുത്. നമ്മൾ നടത്തുന്ന കുറച്ച് കഴിയുമ്പോൾ ഞാനാണോ വലുത്? നിങ്ങളാണ് പ്രാർത്ഥനക്കാരൻ. ഞാനാണോ വലിയത്? നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരെയും ദാസനുമായി. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരെയും ദാസനായിരിക്കണം. ദാസമനോഭാവം. അതായത് ഞാനിവിടെ ചെറുതൊക്കെ തിരിച്ച് പറഞ്ഞപ്പത്തിന് ഞാൻ പറഞ്ഞ ബൈക്ക് 2:5 വരും അല്ലേ? തിരിച്ചറിഞ്ഞ് കേട്ടാൽ മതി. വളരെ മരണമില്ലാണ്. 1:5 വരെ ആദ്യം ഇരിക്കുവാൻ ആഗ്രഹിക്കണം. എന്നാല് നിങ്ങൾക്ക് വരാൻ സാധിക്കും. വരാൻ ചെറുപ്പം. അതുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം വരണം. അത് ഡോക്ടർ വരണം, PhD ചെയ്യണം, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും ഈശോ കിട്ടും. ഈശോ കഴിക്കുന്നില്ല. കേരളം വേറെ ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ വേറെ എല്ലാം ഹൃദയമായിരിക്കും. ഇല്ലേ? മനുഷ്യ ഹൃദയമായിരിക്കും ഒഴിക്കുക. കർത്താവിന്റെ ഹൃദയം വരുമ്പോൾ നിങ്ങള് മാറ്റം വരും. ശരിക്കുള്ള മാറ്റം, ആന്തരികമായി പരിവർത്തനം. ഇതാണ് മിസ്റ്റർ പൗലോസ് പറയുന്നത്. റോമ 2:28-29 ആത്മാവിലുള്ള പരിശീലനമാണ് ദൈവത്തിനാണ്. അപ്പൊ തകർച്ചകളെല്ലാം ചിലത് പറയും ഈശോ വന്നിട്ട് ഇതാണോ വേണ്ടി മരണം വെട്ടിയെ ഒരിക്കൽ ഉണ്ടോ? അപ്പൊ ഞാൻ എല്ലാവർക്കും പറഞ്ഞ ഇഷ്ടം പോലെ കിട്ടാനാണ്. നല്ല കുളിരണം. അപ്പോഴേ ഒന്നുകൂടി ഒരിക്കലും കിടത്താറും അങ്ങനെ മുന്നോട്ട് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ഈ പൗലോസ് പറഞ്ഞില്ല. ഇഷ്ട പൗലോസ് എന്താ പറഞ്ഞത്? അപ്പൊ ചിലപ്പോൾ ഏതാ 26 24-28 വരത്തില് എന്താ പറഞ്ഞത്? അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ് നിനക്ക് ഭ്രാന്താണ്. പൗലോസ് നിനക്ക് ഭ്രാന്താണ്. നിങ്ങളെ വിളിക്കും ഭ്രാന്താണോ? വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈശ്വരല്ല. നിന്റെ വലിയ അതുകൊണ്ടാണ് വിളിക്കാറുള്ളത്. പൗലോസ് നിനക്ക് ഭ്രാന്താണ്. ഭ്രാന്താണ്. നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു. ആരോപണം മറുപടി എന്താ? പൗലോസ് പറഞ്ഞു, അഭിമന്യനായ ക്രിസ്തുസ് ഞാൻ ഭ്രാന്തനല്ല, സുബോധത്തോടെ സത്യം പറയുന്നു. നിങ്ങളാണെങ്കിൽ എന്നോട് ഏതോ വിളിക്കല്ലേ?
പൗരത്തിന് ജ്ഞാനമല്ലാതാകുന്നത് ജീവനായ ഞാൻ ഭ്രാന്തനല്ല, ഞാൻ സത്യം പറയാൻ എന്തുകൊണ്ടാണ് ഓരോ 10-15 പഠനം ബാക്കി 10 പറഞ്ഞത് സുരേഷൻ ആരോഗ്യപ്പെട്ടിരിക്കണം. നിങ്ങൾ ആരെ വെച്ച് ഒന്നെങ്കിൽ വായിക്കേണ്ടി വരും, അതിലേക്ക് ഭർത്താവിന്, അത് മക്കളുടെ കാര്യം പറഞ്ഞ് ഇപ്പോഴും നടക്കുകയാണ് സങ്കടപ്പെടുത്തത്. ഈശ്വരൻ കേസ് വെക്കുമ്പോൾ എന്തുവരും 16 വാക്യം പറയും. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും അതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുന്നു. മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുന്നതാണ് ഈ കാര്യം പറഞ്ഞത്. അത് ഞാനോട് വല്ല പാവമാണോ അത് ഈ പറഞ്ഞ പുസ്തകങ്ങളും ഭയങ്കരതാണോ? ആ ആത്മീയശക്തിയിലും ജ്ഞാനത്തിലും എല്ലാം മുന്നിലേക്ക് എരിമയാണത്. ഈ എരിമ വരുമ്പോഴേ വരുന്നത് വരുന്നത്. രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം. ഞാൻ അവനോട് തുറന്നു പറയുകയാണ്, ഇവയിൽ ഒന്നുപോലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല. അഗ്രിപ്പ രാജാവ്, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ, നീ മാത്രമല്ല ഇന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. രാജാവും ദേശാധിപതിയും ബെർണിക്കെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെ എതിരേറ്റു. അവർ പോകുമ്പോൾ പരസ്പരം പറഞ്ഞു, മരണമോ വിലങ്ങോ അർഹിക്കുന്നതൊന്നും ഈ മനുഷ്യൻ ചെയ്തതായി കാണുന്നില്ല. അഗ്രിപ്പ ഫെസ്തോസിനോട് പറഞ്ഞു, സീസറിന്റെ മുൻപാകെ ഉപരിവിചാരണയ്ക്ക് അപേക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഇതിനെ മോചിപ്പിക്കാമായിരുന്നു. അപ്പുറത്തും 18 വായിച്ചിട്ടുണ്ട്. 18 ആയിരത്തിനാലോട്ടുള്ള വനം വായിച്ചിട്ടുണ്ട്. ആ ഇടയ്ക്ക് അപ്പോളോ എന്ന് പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫെസോസിൽ വന്നു. അവൻ വാർത്തയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയതുമായിരുന്നു. കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് എല്ലാവരും അറിയാം അപ്പോളോസിനെ. അതുകൊണ്ട് അപ്പോളോക്കാരാണ് പൗലോക്കാരാണെന്നല്ല 3, 5, 10 വാക്യം പറയുന്നത്. ആ പൗലോസും അപ്പോളോസും ഒരുപോലെയാണ്. ആ അപ്പോളോസാണ് അവൻ പറയുന്നത്. ഉണ്ടോ? അവനെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താ ചെയ്തത്? അവന് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെ കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. കണ്ടോ? തകർക്കണമുണ്ട് വേണം. യോഹന്നാന്റെ ജ്ഞാനത്തെക്കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ. വനപ്രവർത്തനൊക്കെ തകർക്കണമല്ല. എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതും ചെയ്തിരുന്നു. തെറ്റുകൂടാതെ ആത്മാവിൽ ഉണർവോടെ. അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. സിനഗോഗിൽ അപ്പോഴും ധൈര്യം കിട്ടിയാണ്. പാർട്ടിയോട് നമുക്ക് ധൈര്യം പറയാൻ പറ്റുമെന്നൊന്ന് പറയാൻ പറഞ്ഞാൽ പറയുന്നേക്കോ പരീക്ഷയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ചെറിയ ചാപ്പലിന്റെ കുട്ടികളെ പോയിട്ടുള്ളത് ആരെയാണ് അല്ലെങ്കിൽ വീട്ടിൽ. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളി പിന്നെ എവിടെ പിന്നെ വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കാം. അപ്പുറത്തെ 11 നാട്ടത്തേക്ക് അവരെല്ലാം സ്വീകരിക്കും, വേഗം സ്വീകരിക്കണം. നമ്മളവരാണ് ഇവിടെ കൊടുക്കുന്നത് വിശ്വാസി സമൂഹത്തിനാണെങ്കില അവരെല്ലാം ഈ സൈഡിൽ പോയില്ല. രക്ഷണം വീട്ടോട് പോയില്ല. എല്ലാം കത്താർ ഇതെല്ലാം കത്താർ പറഞ്ഞ് നീ പോയി വീട്ടിൽ പോയി കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ കത്താറിന്റെ കൂടെ ഇതെല്ലാം നടന്നു. ശരീരത്തെ പ്രവർത്തകരെല്ലാം ടീച്ചറിന്റെ കൂടെ നടന്നു. കണ്ടോ? പൈസ ടീച്ചറെല്ലാം വിട്ടുപോയി. ഇതെല്ലാം വിചാരിക്കുന്ന 2000 കൊല്ലം ഞാൻ നടന്നത് ഇപ്പോഴില്ലെന്നാണ്. ഇതാണ് എല്ലാവരും തെറ്റിപ്പറ്റിയിരിക്കുന്നതും. മാർക്കോസ് അറിയുന്നത് മത്തായി 22:29 കാരണം വിശ്വാസമില്ല. ഈ പൂർണ്ണത ആർക്കും വന്നിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടെ ബൈബിൾ കേൾക്കുന്നത് ബൈബിൾ പഠിക്കാനാണെന്ന ഡിഗ്രിക്കാണെന്ന ശമ്പളം കിട്ടുമല്ലോ. പിന്നെ ഇതുവരെ പോയി ദൈവത്തിന്റെ ശക്തി ഇത്രയും കൊണ്ട് കണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ വിശ്വസിക്കാനിട്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119 9, 10 വായിച്ചില്ലേ? അങ്ങനെ പൂർണ്ണ ഹൃദയത്തിൽ പൂർണ്ണത എന്ന് പറയുന്നത് എല്ലാം പൂർണ്ണ